താൻ കണ്ണൂരിൽ തന്നെ മത്സരിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞ് കെ സുധാകരൻ എം പി. താൻ മത്സരിച്ചാൽ പാർട്ടിക്ക് എന്താണ് ദോഷമെന്നും കെ സുധാകരൻ ചോദിച്ചു. ഓരോ സഹപ്രവർത്തകരും മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഒരു നാട്ടിൽ എന്തിന്റെ പേരിലാണ് ഈ തർക്കമെന്നും കെ സുധാകരൻ പറഞ്ഞു. പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് NH-66 പ്രതിഷേധ റോഡ് ഷോ നടത്തിയ വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് പരാതി. ഇതുമായി ബന്ധപ്പെട്ട BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പരാതി നൽകി. വിഷയത്തിൽ നടപടിയെടുക്കണമെന്നും വാഹനം പിടിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ട് RTO എൻഫോഴ്സ്മെന്റിനാണ് പരാതി നൽകിയത്. പാർട്ടിക്കുള്ളിൽ കലാപക്കൊടി ഉയർത്തി ഇനി സ്വതന്ത്രനാണെന്ന് പ്രഖ്യാപിച്ച് അമ്പലപ്പുഴയിൽ മത്സരിക്കാനിറങ്ങുന്ന G സുധാകരനെതിരെ പ്രതിഷേധം കടുപ്പിച്ച CPM. ആലപ്പുഴ പുന്നപ്ര പറവൂരിൽ സുധാകരനെതിരെ വമ്പൻ ബഹുജന മാർച്ചും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചാണ് CPM കടുപ്പിക്കുന്നത്. VS അച്യുതാനന്ദന്റെ വീടിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ബഹുജന മാർച്ച് സുധാകരന്റെ വീടിന് മുന്നിലൂടെയാണ് പൊതുസമ്മേളന വേദിയിലേക്ക് എത്തിയത്. തിങ്കളാഴ്ച മുതൽ ബെവ്കോയുടെ സെൽഫ് ഹെൽപ്പ് പ്രീമിയം കൗണ്ടറുകളിൽ നോട്ട് നിരോധനം. മാർച്ച് 15 മുതൽ സംസ്ഥാനത്തെ എല്ലാ സെൽഫ് ഹെൽപ്പ് പ്രീമിയം കൗണ്ടറുകളിലും പൂർണ്ണമായും ക്യാഷ്ലെസ് പേയ്മെന്റിലൂടെ മാത്രമേ മദ്യവിൽപ്പന നടത്താൻ പാടുള്ളൂവെന്ന് MD ഹർഷിത അട്ടലൂരി നിർദ്ദേശം നൽകി. ഇത് കർശനമായി പാലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ പണം സ്വീകരിക്കില്ലെന്നും UPI കാർഡ് പേയ്മെന്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂവെന്ന് അറിയിച്ച ഹിന്ദിയിൽ ഉൾപ്പെടെ നോട്ടീസുകൾ ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ മാസം 15 മുതൽ തന്നെ ഇതിന്റെ നടപടികൾ ആരംഭിച്ചിരുന്നു. ജാമ്യത്തിലിറങ്ങിയ ഗുണ്ടാ നേതാവും ജിം സന്തോഷ് വധക്കേസ് പ്രതിയുമായ അലുവ അതുലിനെ വെട്ടിക്കൊന്നു. ജാമ്യത്തിലിറങ്ങിയ സ്റ്റേഷനിലെത്തിയ ശേഷം മടങ്ങിപ്പോകുമ്പോഴായിരുന്നു അക്രമം. ആരാണ് അക്രമത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല. കൊല്ലം കരുനാഗപ്പള്ളിയിൽ വെച്ചാണ് സംഭവം. ഇന്നോവ കാറിൽ പിന്തുടർന്നെത്തിയ സംഘം അതുൽ സഞ്ചരിച്ച കാറിനെ ഇടിച്ചിട്ട ശേഷം നടുറോഡിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കരുനാഗപ്പള്ളി സ്വദേശി ജിം സന്തോഷ് എന്ന് വിളിക്കുന്ന ഗുണ്ടാ നേതാവ് സന്തോഷിനെ മാർച്ച് 27-നാണ് കൊലപ്പെടുത്തിയത്. പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് വിവാദത്തിൽ സർജറി വിഭാഗം മേധാവി ഡോക്ടർ ശിവപ്രസാദ് അവധിയിൽ പ്രവേശിച്ചു. ശസ്ത്രക്രിയ ദിവസം മാത്രം മെഡിക്കൽ കോളേജിലെത്തും. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ ശിവപ്രസാദ് ഇന്നലെ വിശദീകരണം നൽകിയിരുന്നു. പിന്നാലെയാണ് അവധിയിൽ പ്രവേശിച്ചത്. കോന്നി മെഡിക്കൽ കോളേജിലെ അപര്യാപ്തകൾ ചൂണ്ടിക്കാട്ടി സർജറി വിഭാഗത്തിൽ നോട്ടീസ് പതിച്ചിരുന്നു. എന്നാൽ അത് പരസ്യമായി ഒട്ടിച്ചത് താനല്ലെന്നും സംഭവത്തിൽ തികച്ചും നിരപരാധിയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ വിശദീകരണം. തുടർ നടപടിക്കായി വിശദീകരണം സൂപ്രണ്ട് DMEക്ക് കൈമാറിയിരുന്നു. അതേസമയം സമ്മതപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയ ആക്ഷേപങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഡോക്ടർ ശിവപ്രസാദ് പറയുന്നു. ഇദ്ദേഹത്തിന്റെ സ്വയം വിരമിക്കൽ അപേക്ഷയും ആരോഗ്യവകുപ്പിന്റെ പരിഗണനയിലാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങളോട് പ്രതികരിച്ച മുൻ ഫുട്ബോൾ താരം IM വിജയൻ ഒരു പാർട്ടിയുടെയും ഭാഗമായി നിൽക്കാൻ പറ്റില്ലെന്ന് IM വിജയൻ പറഞ്ഞു. 3 പാർട്ടിയുമായി ബന്ധമുണ്ട്. അടുത്തിടെ പ്രധാനമന്ത്രിയുടെ ദൂതൻ വന്ന് കണ്ടിരുന്നു. സുരേഷ് ഗോപിയും വിളിച്ചു. തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്നില്ല. രാജ്യസഭാംഗത്വം നൽകിയാൽ സ്വീകരിക്കും. ഇടതുപക്ഷവും കോൺഗ്രസും മത്സരിക്കുന്നോ എന്ന് ചോദിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല. രാജ്യസഭാംഗത്വം സ്പോർട്സിന്റെ ഭാഗമായി കിട്ടിയാൽ സ്വീകരിക്കുമെന്നും IM വിജയൻ പറഞ്ഞു. തനിക്ക് എല്ലാവരെയും വേണം. ഒരിക്കലും വിളിക്കാത്തവർ പോലും വിളിച്ച് തെരഞ്ഞെടുപ്പിൽ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. നിലവിൽ ലഭിക്കുന്ന സ്നേഹം തുടർന്ന് ലഭിക്കാനാണ് താല്പര്യമെന്നും IM വിജയൻ പറഞ്ഞു. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ പ്രഖ്യാപിക്കും. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമ ബംഗാൾ, അസം എന്നീ സംസ്ഥാനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്. ബംഗാൾ SIRൽ അപ്പീൽ സമർപ്പിക്കാനുള്ള കാലാവധി നാളെ അവസാനിക്കുന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക പ്രഖ്യാപനമുണ്ടാകും. കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിൽ ഒറ്റഘട്ടമായി വോട്ടെടുപ്പ് പൂർത്തിയാക്കാനാണ് കമ്മീഷന്റെ ആലോചന. വിഷു, വേനൽ എന്നിവ പരിഗണിച്ച് കേരളത്തിൽ ഏപ്രിൽ 15-നും 30-നും ഇടയിൽ വോട്ടെടുപ്പ് നടത്താനാണ് നീക്കം. ബംഗാളിൽ കഴിഞ്ഞ തവണ 8 ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പ് ഇത്തവണ 5 ഘട്ടങ്ങളായി കുറച്ചേക്കും. അസമിൽ തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കാനാണ് സാധ്യത. MK സക്കീർ വഖഫ് ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. പൊന്നാനിയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരിക്കെയാണ് രാജി. മുസ്ലിം ലീഗിൽ നിന്ന് CPMലേക്ക് എത്തിയ KS ഹംസ വഖഫ് ബോർഡിന്റെ പുതിയ ചെയർമാനാകും. മണ്ഡലം കമ്മിറ്റിയിൽ ഉയർന്ന കടുത്ത എതിർപ്പ് അവഗണിച്ചാണ് CPIM സംസ്ഥാന നേതൃത്വം സക്കീറിനെ പൊന്നാനിയിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം റിപ്പോർട്ട് ചെയ്യാനായി ചേർന്ന നിയോജകമണ്ഡലം കമ്മിറ്റി യോഗത്തിലായിരുന്നു സക്കീറിനെതിരെ വിമർശനം ഉണ്ടായത്.
വാളയാർ പന്നിയങ്കര ടോൾ പ്ലാസകളിൽ ടോൾ നിരക്ക് കൂടുന്നു. ഈ മാസം 31 അർദ്ധരാത്രി മുതൽ പുതുക്കിയ നിരക്ക് നിലവിൽ വരും. നിരക്ക് വർധന പ്രഖ്യാപിച്ച് ഉത്തരവിറങ്ങി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സാധ്യത മുന്നിൽ കണ്ടാണ് നേരത്തെ ഉത്തരവിറക്കിയത്. കാറുകൾ, ചെറിയ ചരക്ക് വണ്ടികൾ എന്നിവയ്ക്ക് 5 രൂപ കൂടും. അതേ ദിവസം തിരിച്ചുള്ള യാത്രയ്ക്കും 5 രൂപ കൂട്ടി. ചെറിയ ചരക്ക് വാഹനങ്ങൾ, മിനി ബസ്സുകൾ എന്നിവയ്ക്ക് നിരക്ക് 130 നിന്ന് 135 ആക്കി. ട്രക്ക്, ബസ് എന്നിവയ്ക്കും ഒറ്റത്തവണ യാത്രയ്ക്കും ഇതേ നിരക്കിലാണ് വർധന.